ഈ കാറ്റിന് പോലും ഉണ്ട് ചിങ്ങമാസത്തിൻ്റെ കാറ്റ്, അതൊരു പ്രത്യേകമാണ്. ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും സദ്യ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആദ്യം പറയുന്ന പായസം തന്നെയാണ്. കനകൻ നേരത്തെ ഓണാഘോഷിക്കും, അനീഷ് ആ ദിവസം ഓണാഘോഷിക്കും. തോരൻ, കാലൻ, ഓലൻ, കാലൻ. ഒന്നാം ഓണം തിരിഞ്ഞും മറിഞ്ഞും, രണ്ടാം ഓണം തട്ടിയും മുട്ടി, മൂന്നാം ഓണം മുക്കിയും മൂളി, നാലാം ഓണം നക്കിയും തോർത്തി. റൊണാൾഡോ എന്ന കഥാപാത്രം ഏറ്റവും കൂടുതൽ കയറുന്നത് ആഹാരം വെക്കുക, വിളമ്പാ, ഏരിയ, ഓണസദ്യയായിട്ട്. കാര്യം അങ്ങനെ ഒരാളാണ്. ഗിരിരാജൻ എന്ന് പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കിയിട്ട് ഗിരിരാജൻ കോഴിയുടെ പേരാണ് അമ്മാവൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. സദ്യ വെച്ച് നോക്കുമ്പം ഏതാണ് ഏറ്റവും ബെസ്റ്റ്? സദ്യ വെച്ച് നോക്കുമ്പം ഏതാണ് കൊല്ലം. തിരുവനന്തപുരത്ത് സദ്യയാണ് നല്ലത്. റോളിംഗ് സർ, ആക്ഷൻ. പൂവും പൂക്കളും പുത്തനുടുപ്പുമായി ഒരു ഓണക്കാലം കൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് ഓണം എന്നാൽ വളരെ വലിയൊരു ആഘോഷം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും ഏറ്റെടുത്ത അളിയൻസ് വീട്ടിലാണ്. അളിയൻസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ ഇന്ന് അവരോടൊപ്പമാണ് ഓണം ആഘോഷിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അവരുടെ എല്ലാം വിശേഷങ്ങളും ഓണാഘോഷങ്ങളും എല്ലാം ലൈവായിട്ട് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നതാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഓണം തന്നെ ആയിരിക്കും. സോ എല്ലാവരും വായും. നമ്മളിന്ന് നിൽക്കുന്നത് അളിയൻസ് വീട്ടിലാണ്. അളിയൻസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഒത്തൊരുമയായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരുടെ എല്ലാം ഓണവിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. സോ നമ്മളോടൊപ്പം ഇന്നുണ്ട് സേതുലക്ഷ്മി അമ്മയുണ്ട്, റിയാസേട്ടനുണ്ട്. സോ ഒരു വീട്ടിലെ ഏറ്റവും മുതിർന്ന ഒരാളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് നമ്മളെല്ലാം കരുതുന്നത്, അല്ലേ? ആദ്യം തന്നെ സേതുലക്ഷ്മി അമ്മ, ഹാപ്പി ഓണം. ആദ്യം തന്നെ എന്താണ് ഈ ഒരു ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് ഓണം എന്ന് കേൾക്കുമ്പം ആദ്യം മൈൻഡിൽ വരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ആദ്യം മൈൻഡിൽ വരുന്ന ഒരു കാര്യം? എന്തായിരിക്കും? എനിക്ക് വലിയ സന്തോഷം, ലോകത്ത് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഓണം, അതായത് തിരുവോണം. ഇപ്പം എല്ലാ ദിവസവും എല്ലാവർക്കും ഓണമാണ്. അതുകൊണ്ടൊരു പ്രത്യേക ഓണം ഇപ്പം ഇല്ല, അതൊരു വിഷമമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഹാപ്പിയാണല്ലേ? എല്ലാ ദിവസവും എല്ലാ വീട്ടിലും ഓണം പോലെയല്ലേ ഇപ്പം നടക്കുന്നത്. ഒന്നും അല്ലെങ്കിലും അവരിവിടുന്ന് പുറത്തിറങ്ങി പോയി ആഹാരം കഴിക്കുന്നത്, അതുകൊണ്ട് പ്രത്യേക ഒരുക്കലൊന്നുമില്ല ഇപ്പം. അതുകൊണ്ടൊരു വിഷമമാണ്. പക്ഷേ ഞാൻ എനിക്ക് പരിചയമുള്ള എല്ലാവരോടത്തും പറയും, പഴമ കളയരുതേ, പഴമ കളയരുതേ, പഴമ ഓർമ്മിക്കണം. അതുകൊണ്ട് എന്തായാലും ശരി തന്നെ, നിങ്ങൾ കുറച്ച് ഇഞ്ചി, നാരങ്ങ, തൊടുകറി, അത് ഇത് ഉരുളക്കറി എല്ലാം ഉണ്ടാക്കി കുറച്ച് ഉണ്ടാക്കി തിരുവോണത്തിന് നാഴി അരിയും വയ്ക്കണം. അല്ലെങ്കിൽ അതൊരു മോശമാണ്. കാരണം 1-2 പിള്ളേരേ ഉള്ളൂ വീട്ടിൽ, അവരെന്ത് ചെയ്യാനാ? പക്ഷേ ഇതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈ കാറ്റിന് പോലും ഉണ്ട് ചിങ്ങമാസത്തിൻ്റെ കാറ്റ്, അതൊരു പ്രത്യേകമാണ്, ഒരു മണമാണ്. അതെനിക്ക് എൻ്റെ ചെറുപ്പത്തിലുള്ള അനുഭവം വെച്ച് നോക്കാമെങ്കിൽ എനിക്കത് സത്യമായ കാര്യമാണ്. പല ദിക്കിലും ഇപ്പം മഴയാണ്, ഭയങ്കര മഴ. നമ്മൾ അതിലൊക്കെ ഭാഗ്യമുള്ളവരാണ് ഇപ്പം. ഞാനത് തീർച്ചയായിട്ടും ഞാൻ പറയുക. ചേട്ടൻ ഓണസദ്യ എന്ന് പറയുമ്പം ഏറ്റവും മൈൻഡിൽ ആദ്യം വരുന്നൊരു വിഭവം എന്താണ്? അതുപോലെ എനിക്ക് നല്ല ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും സദ്യ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആദ്യം പറയുന്ന പായസം തന്നെയാണ്, അല്ലേ? എനിക്കും അതെ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പായസം ഏതാണ്? എനിക്ക് കടലപ്പായസമാണ്. കടലപ്പായസം വിത്ത് പപ്പടം, പഴം എല്ലാം കൂടെയുള്ളൊരു കോംബോ ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതൊരു ഗംഭീര സംഭവമാണ്. ചേട്ടനെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഇപ്പം നമ്മളിപ്പം ഓണം ആഘോഷിക്കുന്നത് ഇന്ന് അളിയൻസ് വീട്ടിലാണ്. അപ്പം എന്താണ് അളിയൻസ് വീട്ടിലെ ഓണത്തിനെ കുറിച്ച് പറയാൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് എന്താണ് ഓർക്കാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ല, ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു ഓണാഘോഷമായിരിക്കും. പക്ഷേ അളിയൻസിൻ്റെ നമ്മൾ ഇവിടെ ഷൂട്ട് തുടങ്ങിയ മുതൽ ഇവിടെ നമ്മൾ ഉത്രാടം മുതൽ തിരുവോണം, അവിട്ടം, ചതയം വരെയുള്ള ഓണാഘോഷം ഞങ്ങൾ ഇവിടെ തന്നെ പല എപ്പിസോഡുകളായിട്ടും. അപ്പോൾ എപ്പിസോഡാണെങ്കിലും പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മളൊരു കുടുംബത്തിൽ നമ്മുടെ ഒരു ആഘോഷം നടക്കുന്ന പ്രതീതിയാണ്. അപ്പോൾ ഓണത്തിൻ്റെ ശരിക്കുള്ളൊരു ആഘോഷം നടക്കുന്നത് ഇവിടെ തന്നെയാണെന്ന് വേണം പറയാൻ. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും മാക്സിമം 1-2 ദിവസമൊക്കെ സദ്യയൊക്കെ വെക്കും. പക്ഷേ ഇവിടെ നമുക്ക് 5 ദിവസവും ഭയങ്കര ആഘോഷമായിരിക്കും. അങ്ങനെ ഒരു വലിയ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച്. ഈ അളിയൻസിൻ്റെ ഈ ലൊക്കേഷനിലൂടെ കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരു ആഘോഷം, സന്തോഷമാണ് നമുക്ക് എല്ലാ ദിവസവും. രണ്ട് കൂടുതലുണ്ട്, മുറിച്ചോളാം. കണ്ടിച്ച് കൂടുന്നുണ്ട്.
പനീഷേട്ട ആദ്യം തന്നെ ഹാപ്പി ഓണം. ബ്ലൂ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം 2025 ഓണത്തിൻ്റെ വേഷം ഇതാണോ അതോ നമ്മുടെ അളിയൻസ് വീട്ടിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓണക്കോടിയാണോ ഇത്? ഇത് അളിയൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. അളിയൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഓണക്കോടിയാണിത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് നമുക്ക് നമ്മുടെ കലാകാരന്മാരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഓണം വരുന്നതിന് മുമ്പ് നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങും. നമുക്ക് സാധാരണ ഇപ്പം നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്നത് ആ ദിവസമായിരിക്കും. പക്ഷെ നമ്മൾ ഈ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മുമ്പ് തന്നെ നമ്മൾ ഓണ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് അളിയൻസിലെ കനകൻ്റെ വേഷമാണിതിപ്പോൾ. ഇപ്പോൾ കനകനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കനകനും നമ്മുടെ അനീഷേട്ടനും തമ്മിലുള്ള ഒരു ഓണം ആഘോഷിക്കുന്ന ഒരു വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ സാധിക്കുക? കനകൻ നേരത്തെ ഓണം ആഘോഷിക്കും, അനീഷ് ആ ദിവസം ഓണം ആഘോഷിക്കും. അനീഷിൻ്റെ ഓണം എങ്ങനെയായിരിക്കും? ഇതുപോലെ തന്നെയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ചിറയൻകീഴാണ് എൻ്റെ നാട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അപ്പം ഞങ്ങളിപ്പോൾ 4 മക്കളാണുള്ളത്. 4 പേരും കല്യാണം കഴിച്ച് 4 ഇടങ്ങളിലാണ്. പക്ഷേ ഓണം ആഘോഷിക്കുന്നത് എപ്പോഴും ഞങ്ങളുടെ കുടുംബ വീട്ടിലായിരിക്കും. ചിറയൻകീഴ് മഞ്ചാടി മറ്റുള്ള ഞങ്ങൾ കുടുംബ വീട്ടിലായിരിക്കും ആഘോഷിക്കുന്നത്. അത് അന്ന് എല്ലാവരും ഉണ്ടാവും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ, അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു ഓണം കഴിഞ്ഞാൽ വീടിനെ കാത്തിരിക്കുന്നത് അടുത്ത ഓണത്തിനുണ്ടാണ്. കാരണം കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണിത്. ഇവിടെയും തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് സാധാരണ മറ്റ് പ്രോഗ്രാമുകൾ കാണാത്ത ഒരു ഇതാണ്, കൂട്ടുകുടുംബമാണ് ഇവിടെ. അപ്പോൾ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു അത് എപ്പോഴും പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതും ഇന്ന് നമുക്ക് അന്യം നിന്ന് പോയതുമായ ഒരു കാഴ്ചയാണ് അളിയൻസിലൂടെ നമ്മൾ എപ്പോഴും പ്രേക്ഷകർക്ക് കൊടുക്കാറുള്ളത്. അമ്മാവനും അമ്മായിയും അമ്മയും അളിയനും പെങ്ങളും മക്കളും എല്ലാവരും ചേരുന്നൊരു കുടുംബമാണ് നമ്മുടെ. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കുടുംബം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കേട്ടും കൊണ്ടും കൊടുത്തും ചിരിച്ചും കളിച്ചും മറിഞ്ഞും ഒക്കെ നിൽക്കുന്ന ഓണം. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത്. ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ഓണം എന്ന് പറയുമ്പം ആദ്യം മൈൻഡിലോട്ട് വരുന്നൊരു കാര്യം എന്തായിരിക്കും? എന്നിപ്പോൾ എന്താ പറയുക, അതിനകത്ത് പുലിക്കളിയുണ്ട്, ഓണസദ്യയുണ്ട്, ഓണക്കോടിയുണ്ട്, അങ്ങനെ ഓണത്തല്ലുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും മൈൻഡിലേക്ക് ഓടിയെത്തുന്നൊരു കാര്യം എന്തായിരിക്കും ഓണം എന്ന് പറയുമ്പം? ഓണം എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ പൂക്കളമിട്ട് വളർന്നവരാണ്. നമ്മൾ നാട്ടിൻ പ്രദേശത്ത് ജീവിച്ച ഒരാളാണ് ഞാൻ, വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ പോയിട്ട് പൂക്കൾ ശേഖരിക്കും. ഞങ്ങളിങ്ങനെ ചാണകം മെഴുകിയതിന് ശേഷം ഗണപതിയൊക്കെ വെച്ച് കൊടുത്ത് അത്തം മുതൽ തുമ്പപ്പൂവിൽ തുടങ്ങും നമ്മുടെ ഓണം. അത്തം ചിത്തിര ചോതി വിശാഖ മനിഴം കേട്ട മൂലം പുരാട ഉത്തരാടം തിരുവോണം. ഇങ്ങനെ 10 ദിവസവും നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓണം ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും. അച്ചപ്പം ഉണ്ടാക്കും, പലഹാരങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കും, ആലങ്ങ ഉണ്ടാക്കും, വീട്ടിലമ്മ ഉണ്ടാക്കും, ഒരപ്പം ഉണ്ടാക്കും. ചിലപ്പോൾ പലപ്പോഴും അലുവ പോലെ അതിൻ്റെ വേറെ സാധനം ഒരപ്പം കിണ്ടി അതിൻ്റെ മേളിലിങ്ങനെ ഉരുളിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ചൂടൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നൊരു ഒരപ്പമുണ്ട്. അതൊക്കെ എൻ്റെ ഫേവററ്റാണ്. ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും അത് അന്ന് മുതൽ ഇന്നും ഇപ്പോൾ ഇത്രയും വർഷങ്ങളായെങ്കിലും ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് ഓണപ്പലഹാരങ്ങളും ഓണക്കളികളും പിന്നെ കുടുംബത്തോടൊപ്പമുള്ള ഒരുമിച്ചുള്ള സദ്യയും. മലയാളി മങ്കകളില്ലാത്ത ഓണം എന്ന് പറഞ്ഞാൽ അത് മധുരമില്ലാത്തൊരു പായസം പോലെയാണ് ഞാൻ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം എന്നോടൊപ്പം 3 മലയാളി മങ്കൾ, നമ്മുടെ അളിയൻസ് വീട്ടിലെ 3 മലയാളി മങ്കകളാണ് എന്നോടൊപ്പം ചേരുന്നത്. സോ ഹാപ്പി ഓണം 3 പേർക്കും. ഹാപ്പി ഓണം. ഓക്കെ, സോ ആദ്യം തന്നെ പറയേണ്ടത് നിങ്ങളുടെ അറ്റയർ ഓണക്കോടിയെ പറ്റിയാണ്. അതായത് ഓക്കെ, അതെ അതെ അതെ, എനിക്ക് കുറച്ച് കുറഞ്ഞിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ 3 പേരുടെ നിന്നിട്ട്. അതാണ്. അപ്പം ഓണത്തിൽ നമ്മുടെ മൈൻഡിൽ, അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓണസദ്യ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം അത് തന്നെയാണ് തോന്നുന്നു, ഓണസദ്യ. അപ്പം ഓണസദ്യയുടെ കുറച്ച് വിഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഓണത്തിൻ്റെ അല്ലെങ്കിൽ ഓണസദ്യയിലെ ഏറ്റവും മഞ്ജു ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? അത് നമ്മുടെ പായസമാണ് എല്ലാവരും പറയുന്ന ഒരു പൊതുവായ ഒരു അഭിപ്രായം. എനിക്ക് ഈ പറഞ്ഞ പോലെ പച്ചക്കറികളോട് ഇപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ ഇഷ്ടം വന്നത്. സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന പരിപ്പ് പായസം, എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന പരിപ്പ് പായസം, വേറൊരു പരിപ്പ് പായസം ഞാൻ അത്രയും ടേസ്റ്റായിട്ട് വേറെ എവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് അമ്മച്ചി ഉണ്ടാക്കുന്ന പരിപ്പ് പായസം ഏറ്റവും ഇഷ്ടം. അത് നമ്മുടെ വീട്ടിൽ സ്വന്തം നമ്മുടെ അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെയുമല്ല, അമ്മച്ചി നല്ല ടേസ്റ്റി ആയിട്ട് അതായത് ഇവിടെ നമുക്കിവിടെ കടലപ്പരിപ്പിൻ്റെ പായസം കിട്ടണേ. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ അതല്ല, ചെറുവയറ്റും പരിപ്പിൻ്റെ അതിൻ്റെ പായസമാണ്. അപ്പോൾ അതിങ്ങനെ നുണഞ്ഞിങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഏറ്റവും മസ്റ്റ്. അപ്പോൾ പരിപ്പാണ്, പരിപ്പ് കറിയും സാമ്പാറുമാണ് ചേച്ചിയുടെ അല്ല, പരിപ്പ് പായസമാണ് ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി ചേച്ചിക്ക് ഏറ്റവും ഏതാണ് ഇഷ്ടം? എനിക്കും ഈ പറഞ്ഞ പോലെ പച്ചക്കറിയൊക്കെയും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടം മഞ്ചേച്ചി പറഞ്ഞ പോലെ
എൻ്റെ അമ്മച്ചി ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കും. ആ ഒരു ഇഞ്ചിക്കറി ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. ഇനി എനിക്കത് കഴിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, കാരണം എൻ്റെ അമ്മച്ചി എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ്, ഒരു ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളിയാണെങ്കിൽ ഇഞ്ചിക്കറി, ഞങ്ങൾ ഇഞ്ചിക്കറി എന്നാണ് പറയണത്, അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഓണത്തിന് മിസ് ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ എനിക്ക് പൊതുവേ ഈ അച്ചാറുകളോടാണ് ഇഷ്ടം. എനിക്ക് കണ്ണി കാണുന്ന എല്ലാ അച്ചാറുകളും എനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്ക് മാങ്ങാച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അവിയലും ബാക്കി എല്ലാം എനിക്കിഷ്ടമാണ്. പായസം ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് ഈ പരിപ്പ് പായസമാണ് കൂടുതലും ഇഷ്ടം. ഇവിടെയാണല്ലോ ഈ ബോളിയും മറ്റേ സേമിയൊക്കെ. ഞങ്ങൾക്ക് ബോളിയൊന്നുമില്ല. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടം കറുത്ത പായസമാണ്. ഈ പരിപ്പ് കറുത്ത കളറിലല്ലേ വെക്കുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് അതൊക്കെ തന്നെയാണ്. ചേച്ചി ഓണസദ്യയിൽ എന്തെങ്കിലും ചേച്ചിയുടെ ആയിട്ടുള്ള മാസ്റ്റർ പീസ് ഡിഷ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇതുണ്ടാക്കിയാലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആവുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പുതിയ വീട് വെച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടേക്കാണ് വരുന്നത്, സിസ്റ്റേഴ്സ് എല്ലാവരും. അപ്പം നമ്മൾ തന്നെ കൂടുതലും ഉണ്ടാക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഉണ്ടാക്കും. ഓളിനോളാ. അപ്പം ഇവിടോട്ട് വരികയാണെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? പായസമാണോ? പായസം, നമ്മുടെ ബോളിയും പാൽപ്പായസം എൻ്റെ ഫേവറേറ്റ്. അതില്ലെങ്കിൽ സദ്യ കംപ്ലീറ്റ് അല്ല. പക്ഷെ അങ്ങോട്ടൊന്നും അതില്ല. ട്രിവാൻഡ്രത്തിൻ്റെ സ്പെഷ്യലാണ്, പക്ഷെ അത് ഭയങ്കര ഇഷ്ടമാണ്. ആണ്. അപ്പോൾ നമ്മൾ ഓണസദ്യയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു കുട്ടിയൊരു ടാസ്ക് തരാം. അതായത് ഞാൻ അന്വേഷിച്ചപ്പോൾ, അതായത് എൻ്റെ ഒരു ചെറിയ റിസർച്ചിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ, നമ്മളുടെ ഓണസദ്യയിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 25ഓളം ഡിഷുകളുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്രോക്സിമേറ്റ്ലി 25. ആ 25 അല്ലേ വേണ്ട, 25 നമുക്ക് പിടിക്കേണ്ട, ഒരു 20 എണ്ണം ഒന്ന് പറയാൻ പറ്റുമായിരിക്കും പെട്ടെന്ന്, പോസ് ഇല്ലാതെ? നിങ്ങൾ മൂന്ന് ആർക്കായിരിക്കും അത് ട്രൈ ചെയ്യാൻ ആഗ്രഹം? നോക്കാം മഞ്ചേച്ചി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാ നമ്മുടെ അവിടെ ഇവിടുത്തെ പോലെയുള്ള സദ്യയുടെ ഒരു അടുക്കും ചിട്ടയൊന്നും ഞങ്ങളുടെ അവിടെ ഇല്ല. ഞങ്ങൾക്ക് എന്തൊക്കെ കറി കിട്ടുമോ അതൊക്കെ അങ്ങ് വെച്ച് ഞങ്ങളൊരു സദ്യ അങ്ങ് ആക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് 20 എണ്ണമൊന്നും ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ, എനിക്കറിയാൻ പറ്റും. എന്നാൽ നമുക്കൊരു 15 ആക്കിയാലോ? എനിക്ക് പറ്റണത് നമുക്ക് എണ്ണ എത്രത്തോളം പറയാൻ പറ്റുമോ നമുക്ക് നോക്കാം. 3 പേരിൽ ഏറ്റവും കൂടുതൽ ആരാ പറയുന്നതെന്ന് വെച്ചാൽ അവർ വിന്നർ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. അച്ചാറ്, മറ്റേ ശർക്കര വരട്ടി, ചിപ്സ്, അച്ചാറ്, ഇഞ്ചിക്കറി, ഉള്ളിക്കറി, ഓലൻ, തോരൻ, പപ്പടം, സാമ്പാർ, പരിപ്പ്, പുളിശ്ശേരി, കാളൻ, പച്ചടി, കിച്ചടി. 15ആയി. പക്ഷെ എൻ്റെ ഒരു ഡൗട്ട്, അച്ചാറ് 2 തവണ പറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ ചോറ് വെച്ച് നമുക്കിപ്പോൾ ബാലൻസ് ചെയ്യാം. 2 പറഞ്ഞാൽ പോരെ? അതായാലും പക്ഷെ പോസ് ഇല്ലാതെ. എന്നാലും ഒരെണ്ണം പറഞ്ഞില്ല. ഓലൻ. കാളം പറഞ്ഞോ? കാളം പറഞ്ഞല്ലേ? ഞാനത് കേട്ടില്ല, മിസ്സായെന്ന് തോന്നുന്നു. എന്നാൽ ഇവിടെ നിന്നല്ലേ ഏറ്റവും കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പം നമുക്കൊന്ന് നോക്കാം. എന്നാലും പോസിലായ നമുക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് പോലെ ഒന്ന് പറയാൻ പറ്റുമോ നോക്കാം? ഇല്ല, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, ഇഞ്ചി, ചിപ്സ്, ചക്കവരട്ടി, ബനാന, പഴം, പച്ചടി, കിച്ചടി, മഞ്ഞ മധുരമുള്ള കറി, തോരൻ, കാലൻ, തോരൻ, കാലൻ, ഓലൻ, കാളൻ. കാളൻ, നാക്കിന് ചെറിയ പ്രശ്നമുണ്ട്. അവിയല്, പിന്നെ ഉരുളക്കിഴങ്ങിട്ട ഒരു കറി, ഒരു അഡീഷണൽ ഒരു കറി, മസാല കറി, ചോറ്, പരിപ്പ്, പപ്പടം, മോര്, രസം, സാമ്പാർ, മറ്റേ അടപ്പായസം, ബോളി, പാൽപ്പായസം. ഇതൊക്കെ എന്ത്? ഇത് 22 എണ്ണം പറഞ്ഞു. ഇതൊക്കെ എന്ത്? അപ്പം നമ്മുടെ ഇങ്ങനെ നമ്മളിവിടെ സദ്യ വിളമ്പുമ്പോഴത്തേന് ഇവളിങ്ങനെ പറയും, അയ്യോ ഇതല്ലല്ലോ വിളമ്പുന്നത്. ഇവിടെ സദ്യയുടെ എന്താ പറയാ, കറക്റ്റ് ഇത് മാറിപ്പോയ അടിയുണ്ടാവും. അത് ഇവിടാണോ? ട്രിവാൻഡ്രത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സദ്യയുടെ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പം 3 പേരും കൂടെ നമുക്ക് എന്താ പറയുക, ഒരു ഓണമല്ലേ, അപ്പം എന്താ പറയുക, ഓണത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് 2 വരി 3 പേരും കൂടെ ഒന്ന്. അതെ, മഞ്ജു ചേച്ചി നന്നായിട്ട് പാടുമെന്ന് നമുക്ക് എല്ലാം അറിയാം. ഞങ്ങൾ എപ്പിസോഡിൽ പറഞ്ഞു ഒരു ചൊല്ലുണ്ട് ഓണത്തിന്. ഇപ്പം എല്ലാവരും ഓണസദ്യ കടയിൽ നിന്നൊക്കെ മേടിക്കുമല്ലോ. മിക്കവാറും കടയിൽ നിന്നൊക്കെയാണ് എല്ലാവരും ഓണസദ്യ മേടിക്കുക. അപ്പം എൻ്റെ വീട്ടിൽ കടയിൽ നിന്ന് മേടിക്കാൻ സമ്മതിക്കില്ല. കാരണം ഇപ്പോൾ കടയിൽ നിന്ന് ഇപ്പോൾ ഓണസദ്യ മേടിച്ചാൽ ഇന്ന് തന്നെ അതങ്ങ് തീരൂല്ലേ, ഇന്ന് തന്നെ തീരും, നാളത്തേക്ക് ഉണ്ടാവില്ല. അപ്പം അതിനൊരു ചൊല്ല് പറയും. എന്താണ്? 1-ാം ഓണം തിരിഞ്ഞും മറിഞ്ഞും, 2-ാം ഓണം തട്ടിയും മുട്ടി, 3-ാം ഓണം മുക്കിയും മൂളി, 4-ാം ഓണം നക്കിയും തോർത്തി. അങ്ങനെയാണ് പറയണേ. എന്ന് വെച്ചാൽ 1-ാമത്തെ ഓണം
തിരിഞ്ഞും മറിഞ്ഞും കഴിക്കും. നമ്മൾ പായസം കൊണ്ടുവന്ന് കുടിക്കും, അങ്ങനെ പിന്നെ എന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കും, നമുക്കങ്ങ് വയ്യാതായിട്ടേ. രണ്ടാമത്തെ ഓണം തട്ടിയും മുട്ടി. ഇപ്പോൾ രണ്ടാമത്തെ ഓണത്തിന് കറികളൊക്കെ ഉണ്ടാവും, തട്ടിയും മുട്ടി അതങ്ങ് പോകും. മൂന്നാം ഓണം മുക്കിയും മൂളിയും എന്ന് വെച്ചാൽ മുക്കി മൂളിയൊക്കെ അങ്ങ് ഒപ്പിക്കും. നാലാം ഓണം നക്കിയും തോർത്തിയും. കാരണം അന്നാണ് ഇഞ്ചിക്കറി മുള്ളിക്കറിയൊക്കെ വയൽ വെള്ളം വരുന്നത്. ആ ചട്ടിയിലൊക്കെ ഇട്ട് ചോറൊക്കെ പുരട്ടി എല്ലാം തീരുന്ന ദിവസം വടിച്ച് നക്കിയും തോർത്തിയൊക്കെ അതങ്ങ് തീരും. അങ്ങനെ 4 ദിവസവും ആ ഓണത്തിൻ്റെ ശേഷിപ്പ് വെക്കും. 4 ദിവസവും ആ ഓണത്തിൻ്റെ ശേഷിപ്പ് ഉണ്ടാവണം എന്നാണ് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ തന്നെ സദ്യ ഉണ്ടാക്കണം എന്ന് പറയണത്. ചേട്ടാ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നോ? ഒരു സീന് കഴിഞ്ഞു, അടുത്ത സീനിലേക്ക് ആണല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഓണക്കൊടിയൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അളിയൻസ് വീട്ടിലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഓണാഘോഷമാണിത്. ഗിരിരാജൻ്റെ ഓണാഘോഷമാണ്. അപ്പം എന്താണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു വ്യത്യസ്തമായൊരു പേരല്ലേ? അത് ആദ്യം കേട്ടപ്പം ചേട്ടൻ എന്തെങ്കിലും തോന്നിയായിരുന്നു അതൊരു വ്യത്യസ്തമായിട്ടൊരു പേര്, അതേപോലെ ഒരു വ്യത്യസ്തമായുള്ളൊരു കഥാപാത്രം? ആ ഗിരിരാജൻ എന്ന് പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കിയിട്ട് ഗിരിരാജനൊരു കോഴിയുണ്ട്. അപ്പോൾ ഗിരിരാജൻ കോഴിയുടെ പേരാണ് അമ്മാവൻ എന്നൊക്കെ പറഞ്ഞിരുന്നത്. തുടക്കത്തിൽ ഈ അമ്മാവൻ അങ്ങനെ ഒരു കോഴിയുടെ സ്വഭാവമുള്ള ആളല്ല കേട്ടോ. അത് അളിയൻസ് കാണുന്ന എല്ലാവർക്കും അറിയാം. കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന ഒരമ്മാവൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പെങ്ങളും പെങ്ങളുടെ കുട്ടികളും, മരുമക്കളും പെങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാവുമ്പോഴാണ് അമ്മാവൻ്റെ വില അറിയുക. അപ്പോൾ അച്ഛനമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ട് കൂടപ്പുറപ്പായ ഒരു പെങ്ങൾ മാത്രം, ആ പെങ്ങൾക്കുള്ള കുട്ടികൾ, അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അമ്മാവൻ. അപ്പോൾ അമ്മാവനെ അച്ഛനെ കാണുന്ന, കുടുംബത്തിലെ ഒരു കാരണവരെ കാണുന്ന റെസ്പെക്റ്റോട് കൂടിയിട്ട് ആ കുടുംബാംഗങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ തന്നേക്കാൾ തൻ്റെ പെങ്ങളെയും കുട്ടികളെയും ഇഷ്ടപ്പെടുന്ന ഒരു അമ്മാവൻ, അതാണ് ഗിരിരാജൻ അമ്മാവൻ. അപ്പോൾ ഓരോ വർഷവും ഓണം വരുമ്പോൾ ഗിരിരാജൻ അമ്മാവനെ ആഘോഷിക്കാനുള്ള കുടുംബം പെങ്ങളും കുട്ടികളുമാണ്. അപ്പോൾ അവരോടൊപ്പം ഇന്നിതാ ഇവിടെ എൻ്റെ ചേച്ചി നമ്മുടെ വീട്ടിൽ ഞാൻ എത്തിയിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുട്ടികളായിട്ട് ഓണം ആഘോഷിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഈ ഓണാഘോഷം. നമ്മുടെ അളിയൻസ് വീട്ടിലെ അമ്മായിയും ചേച്ചിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? ഇവർ രണ്ടുപേരും കൂടെ ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അമ്മായി ഓണം ആഘോഷിക്കുന്നതും ചേച്ചി ഓണം ആഘോഷിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം? അതോ രണ്ടുപേരും സെയിം ആണോ? സെയിം അല്ല. അമ്മായിയും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അമ്മായി കുറച്ച് അസൂയ, കുശുമ്പ്, പിന്നെ കുറച്ച് ദേഷ്യം, അങ്ങനെയൊക്കെയുള്ള ഒരു അമ്മായിയാണ്. പക്ഷേ എൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഞാനൊരു പാവമാണ്. പിന്നെ സാരി ഉടുക്കൽ, അങ്ങനെ നമ്മളങ്ങനെ ചെയ്യും. എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാരി ഉടുക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മേക്കപ്പ് അതൊക്കെ നോക്കുമ്പോൾ അമ്മായി സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ വളരെ സംഭവം പാവം ഒരു മനുഷ്യത്തെയാണ്. പിന്നെ ഇതിൽ എന്താ പറയുക, അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നല്ല, രണ്ടും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള 2 ക്യാരക്ടറാണ്. ഞാനല്ല, നോർമലി ഞാനൊരു കൊച്ചു കുട്ടിയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അമ്മായി അമ്മ കുറച്ച് പ്രായം, എനിക്ക് പിഞ്ച് മനസ്സാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കുന്നത് ഞാനൊരു കുഞ്ഞ് പാവം. തിരുവനന്തപുരത്തെ സദ്യയാണോ കൊല്ലത്തിൻ്റെ സദ്യയാണോ? നമുക്കിവിടെ തമ്മിലൊരു ചെറുതായിട്ടൊരു വഴക്കുണ്ടാക്കിയാലോ? എന്താ സദ്യ, ചേട്ടൻ രണ്ടിടത്ത് നിന്നിട്ടുണ്ടല്ലോ, അപ്പം സദ്യ വെച്ച് നോക്കുമ്പം ഏതാണ് ഏറ്റവും ബെസ്റ്റ്? സദ്യ വെച്ച് നോക്കുമ്പം തിരുവനന്തപുരത്തെ സദ്യയാണ് നല്ലത്. കൊല്ലം സദ്യയാണ്. എവിടെ നാളെ എവിടെ? കൊല്ലത്തല്ലേ? സെറ്റിലായെന്നല്ലേ ഉള്ളൂ. എന്റെ സദ്യ തിരുവനന്തപുരത്തെ സദ്യ, അത് ഓണസദ്യ അല്ലേ? ഇതിനോട് ഞാൻ യോജിക്കുന്നു. എനിക്കും തിരുവനന്തപുരം സദ്യയാണ് ഇഷ്ടം. ഞാനും തിരുവനന്തപുരത്തോട് യോജിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അടി വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അപ്പം നിങ്ങളെ തിരുവനന്തപുരംകാരുടെ സദ്യ നല്ലതാണ്, കൊല്ലംകാരുടെ സദ്യ നല്ലതാണ്. ആർക്കും ഒരു ഇത് വേണ്ട. നല്ലതെന്ന് പറയാം, തിരുവനന്തപുരം സദ്യയാണ് ഏറ്റവും നല്ല സദ്യ. മലയാളികൾക്ക് ഏറ്റവും വലിയൊരു ഫെസ്റ്റിവൽ തന്നെയാണ് ഓണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ, ഒരു മലയാളിയുടെ വീട്ടിൽ പോകണമെങ്കിൽ അവിടെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതായത് ഓണസദ്യക്ക് കുറച്ച് ആൾക്കാരുണ്ട്, ഓണപ്പൂക്കൾ ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെ ഇച്ചിരി ഒരുങ്ങിയൊക്കെ നിൽക്കുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ചേട്ടൻ ഈ സെക്ഷൻസിൽ ഏത് സെക്ഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്? ചേട്ടൻ ഏത് സെക്ഷനിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും? അഭിലാഷ് ചേട്ടനെ കാണുന്നതിൻ്റെ എല്ലാ ഇടയ്ക്കും ഞാനുണ്ട്.
ഓളിനോളായിട്ടുണ്ട്. റൊണാൾഡോ എന്ന കഥാപാത്രം ഏറ്റവും കൂടുതൽ കയറുന്നത് ആഹാരം വെക്കുക, വിളമ്പായ ഏരിയ, ഓണസദ്യയായിട്ട്. കാര്യം അങ്ങനെ ഒരാളാണ്. പക്ഷേ റൊണാൾഡോ കഥാപാത്രത്തിന് എല്ലായിടവും കയറാം, എല്ലാ കാര്യങ്ങളും അവിടെ കൊതിയായാലും നുണയാലും എല്ലാത്തിൻ്റെ ഇടയ്ക്ക് പറയുന്ന പോലെ ഇങ്ങനെ കയറി ഇറങ്ങി വഴക്കുണ്ടാക്കി കുത്തിരിപ്പുണ്ടാക്കി ഇങ്ങനെ അങ്ങ് പോവാണ്. അപ്പോൾ ഒരു പ്രത്യേക ഏരിയ എന്ന് പറയുന്നൊരു സംഭവമില്ല. അതാണ് ഓളിനോളാക്കി എനിക്ക് അവരൊരു സ്ഥാനം തന്നത്. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഹാപ്പി ഓണം. അടിച്ചു പൊളിക്കുക. മലയാളികളുടെ പൾസ് അറിഞ്ഞ ജനപ്രിയ പരമ്പരയായ അളിയൻസ് വീട്ടിലെ ഓണാഘോഷ രാവിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഇവിടുത്തെ ഓണപ്പൂക്കളം, ഇവിടുത്തെ ഓണസദ്യ, ഓണക്കളികൾ ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതേപോലൊരു 1000 എപ്പിസോഡുകളും ഇത് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അളിയൻസ് വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഹൃദയം നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം.